എന്റെ മുഅ്മിനീങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ കേൾപ്പിച്ചു തരാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഈ വീഡിയോ ഫുള്ളായി കണ്ട ശേഷം നമുക്ക് സംസാരിക്കാം. ചേലാകർമ്മം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും നിർബന്ധമായ കാര്യമാണ്. അത് സ്ത്രീകളുടെ വിഷയത്തിൽ സുന്നത്താണ് എന്ന അഭിപ്രായം മിക്ക ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ത്രീകൾ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പല നാടുകളിലും അത് അവർ ചെയ്തു വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അത് ദീനി വിരുദ്ധമാണെന്ന് എഴുതള്ളാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ദീനോടുള്ള വെല്ലുവിളി. ഈ സ്ത്രീകളുടെ ചേലാകർമ്മം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് സ്ത്രീകളുടെ ലൈംഗിക അവയവം മുറിച്ചു മാറ്റുന്ന രീതി, അല്ലെങ്കിൽ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ കുറച്ചോ അതിൽ നിന്ന് മുറിച്ചു മാറ്റുന്ന രീതിയെ കുറിച്ചിട്ടാണ് ഈ ഉസ്താണ്ടി, ഈ മദ്രസ പൊട്ടൻ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 4 തരത്തിലാണ്, അതായത് സ്ഥലത്തിന്റെ പാരമ്പര്യം അനുസരിച്ചും അല്ലെങ്കിൽ ആളുകൾ അനുസരിച്ചും പ്രദേശം അനുസരിച്ചും ഒക്കെ 4 തരത്തിലാണ് ഈ സ്ത്രീകളുടെ ചേലാകർമ്മം നടത്തുന്നത്. ഈ 4 രീതികളിൽ ഒന്നാമത്തേത് ക്ലിറ്റോറിസ്. ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്ത്രീകൾക്ക് മൂത്രം വരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തിനാണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ഥലം ഭാഗികമായിട്ടോ അല്ലെങ്കിൽ മൊത്തമായിട്ടോ മുറിച്ചു മാറ്റുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ക്ലിറ്റോറിസും ലേബിയ മൈനോറ, അതായത് ആ എതളുകളും കൂടി മുറിച്ചു മാറ്റുന്ന രീതിയാണ്. മനസ്സിലായില്ലേ? മൂന്നാമത്തേത് എന്ന് പറയുന്നത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. മൂന്നാമത്തേത് ഇൻഫിബുലേഷൻ ആണ്. ഇതാണ് ഏറ്റവും ക്രൂരമായിട്ടുള്ള രീതി. അതായത് നമ്മുടെ ബാഹ്യമായിട്ടുള്ള ആ ഒരു ജനനേന്ദ്രിയം ഉണ്ടല്ലോ, ആ യോനി, അതിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും. അതായത് ഈ ക്ലിറ്റോറിസും അതുപോലെ തന്നെ നമ്മുടെ യോനി ദ്വാരവും കൂടി മുറിച്ചു മാറ്റിയതിനു ശേഷം, അത് ഉണങ്ങിയതിനു ശേഷം എന്തെടുക്കും, ഇവര് അത് തുന്നിച്ചേർക്കും. അത് തുന്നിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീയുടെ കല്യാണം ആകുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രായപൂർത്തി ആവുന്നതിന്റെ തൊട്ട് മുന്നിലോ ഉള്ള ആ ഒരു സമയത്താണ് ഇത് ഇവര് തുറന്ന് തരിക ശസ്ത്രക്രിയയിലൂടെ. അതും ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത്, ഈ പരിപാടികളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി പോയിട്ടല്ല, യാതൊരു വിധത്തിലും എന്താ പറയുന്നത്, മെഡിക്കൽ എന്താ പറയുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ട്രീറ്റ്മെന്റ് സീക്ക് ചെയ്യാണ്ട് പക്കാ ലോക്കലായിട്ട് കാണുന്ന കത്രികയും കത്തിയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു 4ാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം കരിച്ചു കളയലോ അല്ലെങ്കിൽ തുളവച്ച് കുത്തി കളയുകയോ ഒക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി ജനിച്ച ഉടനെ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്, ജനിച്ചു കഴിഞ്ഞിട്ട്. അതായത് പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ ഒരു കന്യാചർമ്മം അല്ലെങ്കിൽ ഇവളുടെ എന്താ പറയുന്നത്, കന്യാചർമ്മം അല്ലല്ലോ, അതിന്റെ പേരുണ്ടല്ലോ, എന്താണ് ഈ ചാരിത്രം സൂക്ഷിക്കണമല്ലോ ഇവന്മാർക്ക്. കാര്യം കയറി മേയാനുള്ളതല്ലേ. ഇതിനെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടില്ല. ഖുറാനിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഇതെങ്ങനെ ഇയാൾക്ക് പറയാനായിട്ട് ധൈര്യപ്പെട്ടു? ഇത്ര തന്നെയുള്ളൂ. സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്, സ്ത്രീകളുടെ വേദന കാണാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന കുറെ മനോരോഗികളായിട്ടുള്ള ആളുകളുടെ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഇയാൾ ഇങ്ങനെ ഈ തോന്നിവാസം വിളിച്ചു പറയുന്നത്. മനസ്സിലായില്ലേ? പോരാത്തതിന് ഇത് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾക്ക് അറിയണ്ടേ. അതായത് സ്ത്രീകളുടെ ലൈംഗിക ആസക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടും അവളെ കന്യകയായിട്ട് നിലനിർത്താനും വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരം അനാചാരങ്ങൾ പറയുന്ന മനുഷ്യരെ എന്താ പറയുന്നത്, ഞങ്ങളുടെ മതത്തിലെ പറഞ്ഞു, ഇത് ഞങ്ങളുടെ മതത്തിലോടുള്ളവരാണ് പറയുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ മതത്തിനോടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടാണ് ഈ ഉസ്താദ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ നിങ്ങൾ ഇത് ചെയ്യിക്കാൻ തയ്യാറാക്കുമോ? അതല്ലെങ്കിൽ ഈ മുസ്ലിം സ്ത്രീകൾ ഇത് ചെയ്യാൻ തയ്യാറാവുമോ? ഇവർക്കൊക്കെ കേസ് കൊടുക്കണം. മനസ്സിലായില്ലേ? കേസാണ് കൊടുക്കേണ്ടത്, വൃത്തികെട്ടവന്മാര്. എന്റെ പൊന്നുനാദിയ, ഇത് പുരുഷന്മാർക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്ലാമില്. സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ്. സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്താൽ കൂലി കിട്ടുന്നത്, ചെയ്താൽ പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് മുസ്ലിമീങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നത്, സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമില്ല, ചെയ്യൽ നിർബന്ധമില്ല. പക്ഷെ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പുണ്യം കിട്ടും. അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. പുരുഷന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നിർബന്ധമാക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നാദിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, നിന്നെ ആരും നിർബന്ധിച്ച് ഇത് ചെയ്യിപ്പിക്കുന്നില്ല. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊന്നും ഈ ട്രെൻഡ് ഇല്ല. പക്ഷെ ഇത് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് നിർബന്ധമാക്കപ്പെട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചേലാകർമ്മം ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ടുള്ള ഒരു ഇതാണ്. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പായിട്ട് തന്നെ അത് ചെയ്യണം. ഈ ചേലാകർമ്മം എന്ന് പറയുന്ന സുന്നത്ത് കല്യാണം ഇപ്പൊ പുരുഷന്മാരിൽ അധികരിച്ച് വരുന്നുണ്ട്. പല ഇൻഫെക്ഷൻസും വരുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ ഇത് നിർബന്ധമാക്കപ്പെട്ടുള്ള സുന്നത്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. വേണ്ടവർ ചെയ്താൽ മതി, ഇത് നമ്മൾ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. ഇത് നമ്മുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നാദിയെ, ഈ ഉസ്താദിനെ പൊട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പൊട്ടത്തിയോട് എനിക്ക് പറയാനുള്ളത്, നിനക്ക് വല്ല അന്തവും കുന്തവും ഉണ്ടോ? ഈ ഒരു മണ്ടത്തി ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പുതിയ അറിവല്ല, അതീതിലുള്ളതാണ്. പിന്തുടരണ്ട, അത് ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം. കാരണം അവിടെ വിസർജിക്കേണ്ട അവസ്ഥയല്ല. അഭിനോസ്താദെ മുൻദ്വാരെന്തിനാണ്? അത് അങ്ങനെ ഒരു സുഖം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ മുൻദ്വാരത്തിനെ കുറിച്ചും പിൻദ്വാരത്തിനെ കുറിച്ചും, പിൻദ്വാരം ക്ലോസ് ആണ്, മുൻദ്വാരം ഓപ്പൺ ആണ്. ഇത് വേറൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ്. മൈക്ക് കെട്ടിവെച്ചിട്ടല്ലേ ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോ എത്രയോ കുട്ടികൾ അവിടെ ഉണ്ടാവും, എത്രയോ കുഞ്ഞുമക്കൾ അത് കേൾക്കുന്നുണ്ടാവും. സ്ത്രീകളുടെ മുടി കണ്ടാൽ പോലും ഹറാമാണെന്ന് പറയുന്നവർക്ക് ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളല്ലേ സ്ത്രീകളുടെ മുന്നിൽ വെച്ച് പറയുന്നത്? അതിൽ ഹറാമൊന്നുമില്ലേ? അതിൽ ഹറാമും ഹലാലും ഇല്ലേ? നാണമില്ലേ? ഇങ്ങനെ ഇത്തരം രീതികൾ, വൃത്തികെട്ട രീതിയിൽ, ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ, അറപ്പുളവാക്കുന്ന രീതിയിൽ ഒരാൾ വന്ന് മതത്തിന്റെ പേരിൽ വന്ന് സംസാരിക്കുമ്പോൾ അത് കേട്ടിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് എഴുന്നേറ്റെന്ന് ചോദിച്ചു, ഉസ്താദ് ഇത് ഇവിടെ പറയാൻ പാടില്ല, മോശമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളത്. ഇവർക്ക് ഈ മുൻദ്വാരവും പിൻദ്വാരവും ഹൂറികളും പെണ്ണുങ്ങളും സെക്സും മാത്രമേ പറയാനുള്ളൂ, വേറൊന്നും ഇവർക്ക് പറയാനില്ലേ? വേറൊരു കാര്യങ്ങളും വേറൊരു വിഷയങ്ങളും ലോകത്ത് നടക്കുന്നില്ല.
വേറൊരു വിഷയങ്ങളും ഇല്ല. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ വിഷയം. പെണ്ണുങ്ങളെ, ഇതിനകത്തുള്ള പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ പിന്നെ എന്താ പറയുക, നിക്കാബിൽ മൂടി പൊതച്ച് നടക്കാനും അല്ലെങ്കിൽ ഹിജാബ് ഇട്ട് നടക്കാനും ഹിമാർ ഇട്ട് നടക്കാനും നിങ്ങൾ ഇങ്ങനെ പിന്നെ ദിനം പ്രതി നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ സ്വത്തവകാശത്തിനെ കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? സ്വത്തവകാശത്തിനെ കുറിച്ച്. അതായത് ആണിന് കിട്ടുന്നതിന്റെ പകുതിയാണ് പെണ്ണിന് കിട്ടുന്നത്. എന്തുകൊണ്ട് ആ അനീതി വന്നു? അപ്പം ഒസ്താക്കന്മാര് പറയും അത് ആണാണ് കുടുംബം പോറ്റുന്നതെന്ന്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ആണ് മാത്രമാണോ കുടുംബം പോറ്റുന്നത്? പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നില്ലേ? പെണ്ണുങ്ങൾക്ക് കുടുംബഭാരം അറിയില്ലേ? പെണ്ണുങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യുന്നില്ലേ കുടുംബത്തിന് വേണ്ടിയിട്ട്? അപ്പൊ അവിടെ എന്താണ്? അവിടെ ഒരു ഇക്വാലിറ്റി ഇല്ലാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആർക്കും അതിന്റെ ആവശ്യമില്ല. ഇമ്മാതിരി പോങ്ങന്മാര് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് അപ്പാടെ ആ ക്യാപ്സ്യൂൾ വിഴുങ്ങിയിട്ട് അങ്ങോട്ട് ഇരിക്കലാണ് ഈ ജോലി. നിങ്ങളൊന്ന് വിധവയായി, നിങ്ങൾക്ക് ഹസ്ബൻഡ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സിയായി, എന്നിട്ട് ഈ നിയമം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വത്തിന്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ വിധവയായി, നിങ്ങൾക്ക് നോക്കാൻ ഹസ്ബൻഡ് ഇല്ല, അപ്പോഴും നിങ്ങൾക്ക് പകുതിയാണ് സ്വത്ത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ധാർമ്മികതയുണ്ട് അതിനകത്ത്? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. ഇതൊക്കെ ചോദിച്ചൊരാളുണ്ടായിരുന്നു, ചേകന്നൂർ മൗലവി. അദ്ദേഹം ഇന്ന് ഭൂമുഖത്തില്ല. അദ്ദേഹം എങ്ങനെ മരിച്ചോ, കൊന്നോ, അല്ലെങ്കിൽ ഡെഡ് ബോഡി എവിടെ? ഇതൊന്നും ഇപ്പോഴും എന്താ പറയുന്നത്, ഒരു കഥ പോലെ ഇങ്ങനെ മറഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണത്തില് പിന്നെ എന്താ പറയുന്നത്, ആരോപണം വന്നിട്ടുള്ള മുടിക്കച്ചവടക്കാര് ഇന്ന് നല്ല അന്തസ്സായിട്ട് വിലസി നടപ്പുണ്ട്. കൊലപാതക ആരോപണമാണ് പിന്നെ ഒരു മത നേതാവിന്റെ മേലുണ്ടായത്. കൊലപാതക ആരോപണം, ദീൻ പറഞ്ഞു നടന്ന ആളുടെ പേരിൽ ഒരു കൊലപാതക ആരോപണമാണ് നടന്നിട്ടുള്ളത്. ഏതെങ്കിലും രാഷ്ട്രീയ ഇല്ല പറയത്തില്ല, കാര്യം വോട്ട് പോയില്ലേ, അതുകൊണ്ടാണ്. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ പെണ്ണുങ്ങളെ നിങ്ങളെങ്കിലും എണ്ണീറ്റ് എന്ന് ചോദിക്കേ, അത് ചോദിക്കുക. അല്ലാണ്ട് നിങ്ങൾ തല മറയ്ക്കാനല്ല നിങ്ങൾ സമരം ചെയ്ത്, നിങ്ങളുടെ നിലനിൽപ്പ് ആദ്യം നിങ്ങൾ ചോദിക്കുക. മോളെ, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് കറാഹത്താക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് പിൻദ്വാരത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. മനസ്സിലായോ? മുൻദ്വാരത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹലാലാക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ശരിക്കും മദ്രസ പുടത്തിയാണോ അതോ ശരിക്കും അറിയാഞ്ഞിട്ട് ചോദിക്കുവാണോ? നിന്റെ തലയിൽ എന്താ ചാണകമാണോ? എന്തായാലും ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വീഡിയോസ് ഒന്നും നിങ്ങൾ കാണാതിരിക്കുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്തി പിടിക്കും. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.